എത്ര സുന്ദര. ജനിച്ച നാടിനെക്കുറിച്ചോ അതിന്റെ ഭംഗിയെക്കുറിച്ചോ ഒന്നും മമ്മി എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരതെല്ലാം മറക്കാൻ ശ്രമിച്ചിരിക്കും. നീ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് മമ്മി ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ മമ്മിയുടെ ഈ നാട് എന്നും എൻ്റെ സ്വപ്നമായിരുന്നു. ആരാ? ഞങ്ങള് വളരെ ദൂരെന്ന് വരിക. ഫാദർ പൗലോസ് മണപ്പള്ളി ഇവിടെയല്ലേ? അതെ. അദ്ദേഹത്തെ ഒന്ന് കാണണം. ആരാന്ന് പറയണം. പറഞ്ഞാൽ അറിയില്ല ഞങ്ങളെ. കയറിയിരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ഇരിക്കൂ. ആരാ? ഞങ്ങള് ഹൈദരാബാദിൽ നിന്നാ. ഇവിടെ കൊച്ചിയിൽ ഒരാളെ കണ്ടെത്തണം. ഫാദർ വിചാരിച്ച സഹായിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞു. ഞാൻ ആതിര, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കോളർ. ഇത് എൻ്റെ ഹസ്ബൻഡ് ജയദേവൻ, എ ജേർണലിസ്റ്റ്. സന്തോഷം. ആരാ നിങ്ങളെ കൊണ്ട് പറഞ്ഞു വിട്ടത്? ഞങ്ങൾ ഇവിടുത്തെ വലിയ പള്ളിയിൽ പോയിരുന്നു. അവിടുത്തെ അച്ഛനാ അങ്ങേ കാണാൻ പറഞ്ഞത്. ആ, ഞാനിവിടെ ഇങ്ങനെ ഏതാണ്ടൊരു വിശ്രമ ജീവിതത്തിലാ. വയസ്സ് കുറേയായി, വയ്യ. ഒരു അനാഥശാലയുടെ ചുമതല മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അല്ല, ആരെയാ നിങ്ങൾക്ക് കാണേണ്ടത്? മറിയങ്കോശി എന്നാണ് പേര്. ഇപ്പോ ഒരു 75 വയസ്സ് കാണും. തൈക്കൂട്ടത്തിലെന്നാ വീട്ടുപേര്. കൂടുതലൊന്നും അറിയില്ല. തൈക്കൂട്ടത്തിൽ? ഓ, മട്ടാഞ്ചേരി. തൈക്കൂട്ടത്തിൽ സൈമൺ കോശി, ഭാര്യ മറിയാമ്മ. അതെ അതെ. എന്റെ ഇടവക്കാരായിരുന്നു. തൈക്കൂട്ടത്തിൽ സൈമൺ കോശി ബെൻസൺ കമ്പനിയുടെ മാനേജരായിരുന്നു. ഞങ്ങൾ വലിയ അടുപ്പക്കാരായിരുന്നു. അയാൾ മരിച്ചിട്ടിപ്പോ കുറെ കാലമായല്ലോ. അതെ, ഞങ്ങൾക്ക് കാണേണ്ടത് മറിയങ്കോശിയാണ്. കോശിയുടെ കെട്ടിയവൾ മറിയാമ്മ. കണ്ടിട്ട് കുറച്ചാളായി. ഞാൻ ഇങ്ങ് പോന്നേ പിന്നെ ആ ഭാഗത്തെ കാര്യങ്ങളൊന്നും അറിയാറില്ല. ഈ മറിയങ്കോശിയുടെ വീടെവിടാ? മട്ടാഞ്ചേരിയില് സെന്റ് ബെനഡിക്ട് റോഡിലാ സൈമൺ കോശിയുടെ ബംഗ്ലാവ്, തൈക്കൂട്ടത്തിൽ. മറിയാമ്മ ഇപ്പൊ അവിടെ ഉണ്ടോ അതോ മകന്റെ കൂടെ ആണോന്ന് എനിക്കറിയാൻ മേല. എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്കുക. സെന്റ് ബെനഡിക്ട് റോഡ്, തൈക്കൂട്ടത്തിൽ ബംഗ്ലാവ്, മട്ടാഞ്ചേരി. ആരോടെങ്കിലും ചോദിച്ചാൽ മതി. താങ്ക് യു ഫാദർ. ഒരു നിമിഷം. ആട്ടെ, മറിയാമ്മയെ കണ്ടിട്ട് നിങ്ങൾക്കെന്താ കാര്യം? മറിയങ്കോശിക്ക് ഒരു മകളുണ്ടായിരുന്നു, അറിയാമോ? റോസമ്മ. അതെന്നാ ചോദ്യമാ? അവളെ മാമോദിസ മുക്കിയ ഞാനല്ലേ. റോസമ്മയ്ക്ക് സംഗീതത്തിൽ നല്ല വാസനയുണ്ടായിരുന്നു. പള്ളിയിലെ കോർ ഗ്രൂപ്പിൽ അവളായിരുന്നു മിടുക്കി. പക്ഷേ പാട്ടിലുള്ള കമ്പം വിനയായി.
വടക്കങ്ങാണ്ട ഉള്ള ഒരു മുസ്ലിം പാട്ടുകാരൻ്റെ കൂടെ അവൾ ഒളിച്ചോടിപ്പോയി. മട്ടാഞ്ചേരിയിൽ ഒരു സേട്ടുവിൻ്റെ വീട്ടിൽ കല്യാണത്തിന് ഗസല് പാടാൻ വന്നതായിരുന്നു അയാൾ. ആ റോസമ്മയുടെ മകളാ ഞാൻ. എന്റെ മമ്മി ജനിച്ചു വളർന്ന വീടാ. അയ്യോ, എന്നെ കൊല്ലണേ. എന്നെ വിടാനാ പറഞ്ഞത്. മര്യാദക്ക് ഇതിലോട്ട് ഒപ്പിട്ടതാ. എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ലടാ. ഒപ്പിടാൻ ഞാൻ ഒപ്പിടില്ലാന്ന്. ഒപ്പിടും. ഒപ്പിടിച്ചോട്ടെ, ഞാൻ ഇവിടുന്ന് പോകും. വിടാനല്ലേ പറഞ്ഞത്? വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നെ വിടാൻ. ഞാൻ ഒപ്പിടില്ല. ഒപ്പിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. മര്യാദക്ക് ഒപ്പിടാനാ അമ്മച്ചിയോട് പറഞ്ഞത്. എന്നെ നാണം കെടുത്തരുത്, ഞാൻ വാക്ക് കൊടുത്ത. ഒന്ന് പോടാ. എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. ഈ സ്ഥലവും ബംഗ്ലാവേ എന്റെ കെട്ടിയോൻ തൈക്കൂട്ടത്ത് സൈമൻ കോശി എനിക്ക് തന്നതാ, എന്റെ സ്വന്തം പേരില്. ആ എവിടെ പോകും? മര്യാദക്ക് ഒപ്പിടാൻ. കർത്താവേ. ഒപ്പിട്ടിട്ട് പോയാ മതി. ഒപ്പിടാൻ. എടാ ദുഷ്ട. അതെ, ദുഷ്ടം തന്നെയാ. മര്യാദക്ക് ഒപ്പിട്ടില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. നീ എന്നെ കൊല്ലുവല്ലടാ. വേണ്ടി വന്ന അതും ചെയ്യും. നിനക്ക് ഞാൻ ഒപ്പിട്ട് തരില്ല. നോക്കിക്കോ. എടാ, എന്റെ മകളെ മരിച്ച് സ്വർഗത്ത് പോയിട്ടുള്ളൂ. അവൾക്കൊരു മോളുണ്ട്, എന്റെ കൊച്ചുമോള്. അവള് വരും. ഈ ബംഗ്ലാവ് അവൾക്കുള്ളതാ. അമ്മച്ചിക്ക് മുഴുവൻ വട്ട. എന്റെ മൂത്ത പെങ്ങള് റോസമ്മ, അവള് ചെറുപ്പത്തിലെ നാട് വിട്ടതാ. പിന്നെ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. മരിച്ചിട്ടും കാലം കുറെ ആയി. റോസമ്മയുടെ മോളുണ്ടെങ്കിലേ ഇപ്പം വലുതായി കെട്ടിപ്പോയി കാണും. ഇത്രയും കാലം ഇങ്ങോട്ട് വരാത്ത കൊച്ചുമോളല്ലേ ഇനിയിപ്പൊ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഈ നടക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ അമ്മച്ചി വെറുതെ എന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്നത്? വരുവടാ, അവൾ എന്റെ ചോരയാ. എന്റെ കൊച്ചുമോള് വരും. അഥവാ വന്നാൽ അവളെ ഞാൻ ഈ അറബിക്കടലിൽ കെട്ടി താഴ്ത്തും. നോക്കിക്കോ. എടാ ദുഷ്ട, ഇങ്ങനെ മഹാഭാവം പറയാൻ നിനക്ക് എങ്ങനെ തോന്നണടാ? ഈ മഹാപാപം ഞാൻ ചെയ്യാതിരിക്കണമെങ്കിൽ മര്യാദക്ക് ഈ പേപ്പറിലോട്ട് ഒപ്പിട്ടതാ. ഇല്ല, കൊന്നാലും ഞാൻ ഒപ്പിടില്ല. ഒപ്പിടില്ല അല്ലേ? ഈശോയെ. ഒപ്പിടിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. വാടാ. എന്താ ഇതൊക്കെ? എന്തിനാ ആ സ്ത്രീ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? താനാരാ? ഞങ്ങൾ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ വെറുതെ അവരെ? എന്താ? ഏയ് റോക്കി, വാ നമുക്ക് പോവാം. എന്തെങ്കിലും പറ്റിയോ? ആരാ അമ്മമ്മ അയാള്? അത് അത് എന്റെ ഏറ്റവും ഇളയ മകന് റോക്കി. എന്താ അമ്മാമ്മേ പ്രശ്നം?
ഈ ബംഗ്ലാവ് സ്ഥലവും അവന് കൊടുക്കണമെന്ന്. അതിനാണോ അയാൾ നിർബന്ധിച്ചത്? അവന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തതാണെന്നേ. ഈ ബംഗ്ലാവ് എന്റെ കെട്ടിയോൻ എനിക്ക് മേടിച്ചു തന്നത്. ഇതെന്റെ റോസിമോളുടെ മോൾക്ക്, എന്റെ കൊച്ചുമോൾക്ക്. നിങ്ങളുടെ കാര്യം ചോദിച്ചില്ല. നിങ്ങൾ ആരാ, എവിടുന്നാ? അമ്മമ്മേ, ഞാൻ ഏയ് ജെഡി സമ്മതിക്കാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാം അമ്മാമ്മയോട് തുറന്നു പറയുമായിരുന്നു. ഏയ് നാദിര, ടോക്ക് സെൻസ്. ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണെന്ന് കരുതിയാൽ മതി. ആ റോക്കി പറഞ്ഞത് നീ കേട്ടതല്ലേ? എന്റെ മമ്മിക്ക് ഇങ്ങനൊരു അനിയൻ ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാലും ഇത്ര അടുത്ത് കണ്ടിട്ടും ഞാൻ അമ്മാമ്മയുടെ കൊച്ചുമോളാണെന്ന് എനിക്ക് അറിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നാദിര, ഈ റോക്കി എന്ന ആളുടെ ഏർപ്പാടുകളും ബന്ധങ്ങളും എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. ഒന്നും അറിയാതെ എടുത്ത് ചാടരുത്. നിന്നെ തിരിച്ചറിഞ്ഞാൽ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാവാം. ജീവനോടെ ഇവിടുന്ന് പോകാൻ കഴിഞ്ഞില്ലെന്ന് വരും. അങ്ങനെ അങ്ങ് പേടിച്ച ജീവിക്കാൻ പറ്റുമോ ജെഡി? അത് ശരി, എൻ്റെ ജീവൻ അപകടത്തിലാണെന്നും പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്. നിന്റെ പിടിവാശിക്ക് മുന്നിൽ ഞാൻ തോറ്റു തന്നില്ലേ? അതേ ഉത്കണ്ഠ നിന്റെ കാര്യത്തിൽ എനിക്കും ഉണ്ടാവില്ലേ? നിനക്കൊരു അപകടം പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിക്കില്ലേ? ജെഡി പറഞ്ഞത് ശരിയാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയും തോന്നിയില്ല. പ്രത്യേകിച്ച് എൻ്റെ മമ്മിയുടെ വീട്ടിൽ, അമ്മാമ്മയുടെ അടുത്ത്. ജെഡി, ഞാനൊരു സത്യം പറയട്ടെ, എനിക്കവിടെ വലിയ സുരക്ഷിതത്വമാണ് തോന്നിയത്. ആ തോന്നൽ ശരിയാവണമെന്നില്ല നാദിര. ഇതൊരു ദുസ്വപ്നം പോലെ നമുക്ക് മറക്കാം. മറ്റെങ്ങോട്ടെങ്കിലും പോവാം. എൻ്റെ കാര്യങ്ങളും ആകെ കുഴഞ്ഞു മറിഞ്ഞു. ഇനി നീ കൂടി കുഴപ്പത്തിലായാലോ? ഫ്രം ട്രാൻസ് ടു ട്രെയിൻ, അത് ശരിയാവില്ല. നമുക്ക് എത്രയും വേഗം ഇവിടം വിട്ട് പോവാം. ഇല്ല ജെഡി, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അമ്മാമ്മ ഈ അവസ്ഥയിൽ വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടും പോവാനാവില്ല. ജെഡിയും എൻ്റെ കൂടെ ഉണ്ടാവണം. എന്നെ ഉപേക്ഷിച്ച് പോകാൻ ജെഡിക്ക് കഴിയുമോ? ഈ ലിസിപ്പണ്ണ് പുറത്തോട്ട് പോയ നേരത്താ റോക്കിയും മറ്റവന്മാരും കൂടി ഇങ്ങോട്ട് വന്നത്. കരാർ ഒപ്പിടാൻ പറഞ്ഞിട്ട് അവന്മാർ ശരിക്കും അങ്ങ് മിരട്ടി. എന്നിട്ട് അതാടാ ജോസൂട്ടി, കർത്താവിന് മറിയത്തിൻ്റെ കാര്യത്തിൽ കരുതലുണ്ടെന്ന് പറയുന്നത്. കർത്താവ് രണ്ടാളെ ഇങ്ങ് പറഞ്ഞു വിട്ടു. അവരെ കണ്ടതും റോക്കിയും കൂട്ടരങ്ങ് വലിഞ്ഞു. കർത്താവ് രണ്ടാളെ അയച്ചെന്നോ? അതേടാ ജോസൂട്ടി, ദേ ഇവളോട് ചോദിച്ചു നോക്ക്. ഇവള് വന്നപ്പോ 2 പേര് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാടി? ഒരു കെട്ടിയോനും കെട്ടിയോളുവാ. കണ്ട അപ്പനെ മോളെയും പോലെ ഇരിക്കും. ഹാ, അത് കൊള്ളാം.
ആണുങ്ങളായ കുറച്ച് മൂപ്പ് വേണടി പെണ്ണെ. എന്നെ കെട്ടിച്ചതേ 13ാമത്തെ വയസ്സിലാ. അന്നേ എന്റെ കെട്ടി ഒന്ന് അരച്ചിരുന്നു. അത് പണ്ടല്ലേ അമ്മാമേ. മാത്രമല്ല ചായ, അവര് നമ്മുടെ കൂട്ടരല്ലെന്നേ. പോഴത്തം പറയാതെടി. ഭൂമിയിലുള്ളതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നേ. ആരായാലും എന്നാ, അവര് ദൈവാനുഗ്രഹമുള്ളവരാ. ആരാണെന്ന് തെളിച്ചു പറയാം മാമേ. ഇവിടത്തെ ആളിന്റെ പരിചയക്കാരനാ. അയാളുടെ അമ്മാവനാണെന്നോ മറ്റു ബന്ധം പറഞ്ഞു. എനിക്കതങ്ങ് ഓർക്കാൻ പറ്റുന്നില്ല. എന്തായാലും കൊച്ചിയിൽ വന്നപ്പോൾ രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വന്നതാ. ഇനിയും വരുന്നു പറഞ്ഞു. സ്നേഹമുള്ള പിള്ളേരാ. സ്നേഹല്ലടാ ജോസൂട്ടി വലുത്. Yes, Lawrence speaking. You take any legal step you think necessary. കാര്യം കമ്പനിക്ക് ഗുണകരമായിരിക്കണം, അത് നിർബന്ധമാണ്. ടോപ്പ് പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. ഈ കാര്യം നടന്നാൽ മിനിസ്ട്രിയിൽ നിന്ന് ക്ലിയറൻസ് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, കോൾ മീ ലേറ്റർ. യു ആർ വെരി ലേറ്റ്. ഐ എം സോറി. ബാങ്കിൽ ഒരു ഇടപാടുണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വൈകി. ഇരിക്കെ. ആ, എന്തായി? ഒന്നും പറയാറായിട്ടില്ല. അമ്മച്ചിക്ക് ഇച്ചിരി കടുംപിടുത്തം. ആ പ്ലോട്ട് കൂടി കിട്ടിയാൽ മാത്രമേ അമേരിക്കക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള കെട്ടിടം കെട്ടാൻ പറ്റൂ. അതാ പ്രശ്നം. ആ ഏരിയയിൽ വേറെ സ്ഥലമില്ലല്ലോ. അമ്മച്ചി വഴിക്ക് വരും, ഇച്ചിരി സമയമെടുക്കും. അമേരിക്കൻ കമ്പനി നമുക്കിങ്ങനെ ഒരു ഓഫർ തന്നിരിക്കുന്നത് തന്നെ കൊച്ചിയുടെ വികസന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാ. ആ ഏരിയയാണ് ഏറ്റവും പറ്റിയെന്ന അവരുടെ എഞ്ചിനീയർമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കക്കാരാ കൈക്കൂലി കൊടുത്ത് ഒതുക്കി വേറെ സ്ഥലത്ത് പണിയാൻ പറ്റിയാല. വൈകിച്ചാൽ കാര്യം കൈവിട്ട് പോവേ. ബോംബെക്കാർ നോക്കി നിൽക്കുക വേറൊരു പഴുത് കിട്ടാനായിട്ട്. എനിക്കറിയാം സാർ. എൻ്റെ പെങ്ങൾ മരിച്ചുപോയി എന്നുള്ള കാര്യം അമ്മച്ചിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ റോസമ്മയ്ക്കൊരു മോളുണ്ടല്ലോ, ആ കൊച്ച് എവിടെയാ, എന്ത് ചെയ്യുന്നു എന്നൊന്നും ഒരു പിടിയുമില്ല. ഞങ്ങളുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല. റോസമ്മ മതം മാറി മുസ്ലിമും ആയതാ. പക്ഷേ ആ കൊച്ചു വരുമെന്നും പറഞ്ഞ് അമ്മച്ചി കാത്തിരിക്കുക. എന്നാ ചെയ്യും? എടോ, ആ സ്ഥലത്തിന്റെയും ബംഗ്ലാവിന്റെയും മുഴുവൻ വിലയും ഷെയറായിട്ട് അമ്മച്ചിയുടെ പേരിൽ തന്നെ കമ്പനി കിടക്കുമെന്ന് പറയേ. ഷെയർ ആവുമ്പോൾ പിന്നീട് തന്റെ പേരിലേക്ക് മാറ്റുകയും ചെയ്യാം. അതൊരു ബുദ്ധിയാ. ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. ആ, താൻ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത. ഞങ്ങൾ ചെന്ന് ചാടിയത് കുഴപ്പത്തിന്റെ നടുക്കായി പോയി. റോസമ്മയുടെ മകളെ കൊന്ന് കടലിൽ താഴ്ത്തുവെന്നാ റോക്കിയങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ആരാണെന്നോ എന്തിനു വന്നെന്നോ ആരോടും പറഞ്ഞിട്ടില്ല. അത് ബുദ്ധിയായി. ഞങ്ങൾ തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുകയാണ് ഫാദർ. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. ആ സാധു സ്ത്രീയെ വിധിക്ക് വിട്ടുകൊടുത്ത് ഞാൻ എങ്ങനെ പോവും ഫാദർ? മോള് പറഞ്ഞ കാര്യം, നിങ്ങളെ ഇവിടെ എത്തിച്ച കർത്താവിന് എന്തൊരു ഉദ്ദേശം കാണും. അത് നിറവേറ്റപ്പെടുന്നവരെ നിങ്ങളിവിടെ ഉണ്ടാവണം. പക്ഷേ ഇവളാണ് റോസമ്മയുടെ മകളെന്ന് റോക്കി അറിഞ്ഞ പ്രശ്നമാവില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് അന്യസ്ഥലത്ത് എന്ത് ചെയ്യാനൊക്കും? ആരും ഒറ്റയ്ക്കല്ല കുഞ്ഞെ, കൂടെ ദൈവമുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ പുരോഹിതനല്ല, ദൈവജ്ഞനുമല്ല. ഇവളുടെ രക്ഷ എനിക്ക് വലുത്. ഇവളുടെ കാര്യം ആരും അറിയണ്ട. നിങ്ങൾ
മറിയാമ്മയുടെ ബംഗ്ലാവിൽ തന്നെ താമസിക്കും. ഇവിടെ റോസമ്മയുടെ കൊച്ചാണെന്ന് അറിയിക്കാതെ തന്നെ. എങ്ങനെ? ഫാദർ എന്തായി പറയുന്നേ? എൻ്റെ ഒരു സ്നേഹിതൻ്റെ കൊച്ചുമകളും ഭർത്താവുമായിട്ട് നിങ്ങൾ കുറച്ചുനാൾ അവിടെ താമസിക്കും. അതിനിടയിൽ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവും നോക്കാം. അതാ ഇപ്പം കർത്താവ് എനിക്ക് തോന്നിപ്പിക്കുന്ന ഒരു വഴി.